വളരെ ഭയാനകമായ രീതിയിൽ കാണുന്ന ഈ പുതിയ ഇനം സിന്തറ്റിക് ഡ്രഗിൽപ്പെട്ട MDMA പോലെയുള്ള കഞ്ചാവ് പോലെയുള്ള വസ്തുക്കളായി മാറിയിരിക്കുകയാണ്. ഭ്രാന്തൻ മരുന്ന് തന്നെയാണ് ഞങ്ങൾ അതിനൊക്കെ പറയുക. അപ്പോൾ എക്സൈസും പോലീസും ഒക്കെ ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് അത്തരത്തിലുള്ള ആ ഒരു ഭവിഷ്യത്തിനെ ഞങ്ങളൊക്കെ നോക്കിക്കാണുന്നത് വരും കാലത്ത് നമ്മൾക്ക് മറ്റുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ തരണം ചെയ്യാൻ കഴിയുമെങ്കിലും ഇത്തരത്തിലുള്ള പ്രയാസത്തിൽപ്പെട്ട കുടുംബത്തെ നമുക്ക് രക്ഷിക്കാനാവില്ല. എന്തിനധികം പറയുന്നു, നമ്മൾ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ടാണ് 36 കോടി രൂപയോളം നമ്മൾ എല്ലാവരും കൂടി സമാഹരിച്ചു കൊടുത്തത്. അത് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിനും ആ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാനും നമുക്ക് സാധിച്ചു. എന്നാൽ 2 മാസങ്ങൾക്ക് മുന്നേ ഫോണിലൊക്കെ നിങ്ങൾ കേട്ടിരിക്കും ഒരു അമ്മയുടെ രോദനം. ചെറിയ കുഞ്ഞായി ഇരിക്കുമ്പോ നല്ല സ്കൂളിൽ പറഞ്ഞയച്ച് നല്ല കോളേജിൽ പറഞ്ഞയച്ച് ഇപ്പൊ അവനൊരു യുവാവായി ജോലിയിലേക്ക് പോകുമ്പോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ കിടന്നുറങ്ങാൻ പേടിയാവുന്നു എന്ന് പറയുന്ന ഒരു അമ്മയുടെ രോദനം. നമ്മൾക്ക് എങ്ങനെയാണ് ഒരു കൂട്ടായ്മയിലൂടെ ആ ഒരു സങ്കടം ഇല്ലാതാക്കാൻ കഴിയില്ല. അപ്പൊ വരും കാലത്ത് നമ്മളൊക്കെ തന്നെ ഈ പേടിച്ചിരിക്കുന്ന പോലെ തന്നെ ഏറ്റവും വലിയ ഒരു സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രാസലഹരി എന്ന ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം. നമ്മളൊക്കെ തന്നെ കയ്യും മെയ്യും മറന്ന് അതിനായി ഇറങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ സഹോദരങ്ങളൊക്കെ നമ്മളെ അനിയന്മാരും നമ്മുടെ മക്കളൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പെടാതെ അവരെ നമുക്ക് സംരക്ഷിച്ചു പോരാൻ സാധിക്കുകയുള്ളൂ. പല ചതിക്കുഴികളാ. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, ഒറ്റ കാര്യം. നമ്മളൊക്കെ തന്നെ നല്ലൊരു വലിയ ഒരു സമയം ഇതിനൊക്കെ ആവശ്യമുള്ള ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. കാരണം ഇവിടെ ഓരോ കളിക്കാരുടെയും ഹിസ്റ്ററി അടക്കം കാണിച്ചുകൊണ്ട് അതിനെ ലേലം ചെയ്തുകൊണ്ട് ഒരുപാട് പേരെ ഇവിടെ നിങ്ങൾ ലേലം ചെയ്തെടുക്കാൻ ഓരോ സമയമുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഒറ്റ കാര്യം സൂചിപ്പിക്കാം. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ചെന്നുപെടുന്ന ആളുകൾ അവരറിഞ്ഞും അറിയാതെയും ഒക്കെ പെടുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തൊരു കേസിനെ സംബന്ധിച്ച് പറയാം. അവിടെ നിന്ന് ഒരു 3 ചെറുപ്പക്കാരെ 21ഉം 19ഉം വയസ്സുള്ള 3 ചെറുപ്പക്കാരെ അവിടുന്ന് ഞങ്ങൾ കേസെടുത്തപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ 19 വയസ്സാണ് ഏറ്റവും കൂടുതൽ. അവരോട് ഞങ്ങൾ ഈ കേസൊക്കെ കൈകാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ജയിലിൽ കൊണ്ടതിന് മുന്നേ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കും. ആ കൂട്ടത്തില് അവരോടൊരു ചോദ്യം ചോദിച്ചു, നീ ഇത് ആദ്യമായിട്ട് നിന്റെ ശരീരത്തിലേക്ക് ഈ രാസലഹരി ഈ ഭ്രാന്തൻ മരുന്ന് ആദ്യമായിട്ട് നീ ഉപയോഗിച്ചത് എപ്പോഴാണ്? അവൻ പറഞ്ഞ മറുപടി, ഇത് ഞങ്ങള് +2 പഠിക്കുന്ന സമയത്ത് അധ്യാപകരൊന്നും ഇല്ലാതെ ഞങ്ങൾ ഒരു 6 പേര്